വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ചരിത്രവാദമുണ്ട്. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെക്ക് RSSുമായി യാതൊരു ബന്ധവുമില്ല, അയാൾ പണ്ടേ പ്രസ്ഥാനം വിട്ടുപോയവനാണ്. You had confirmed that your grand uncle, that is Savarkar, Nathuram Godse, were an active part of the Sangh. He was active member of RSS. സംഘപരിവാർ ബുദ്ധിജീവികൾ, വക്താക്കൾ, നേതാക്കൾ ചാനൽ ചർച്ചകളിൽ വന്ന് തൊണ്ട പൊട്ടി വിളിച്ചു പറയാറുള്ള ഈ വാദത്തിന്റെ അടിത്തറയാണ് ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നു തരിപ്പണമായി പോയത്. He was active member of RSS. സവർക്കറുടെയും ഗോഡ്സെയുടെയും കൊച്ചുമകൻ തന്നെയാണ്. ഗോഡ്സെയുടെ RSS ബന്ധം കോടതിയിൽ വന്ന് പരസ്യമാക്കിയ സ്ഥിതിക്ക് ഇനി സവർക്കറുടെ കുടുംബത്തെ തള്ളിപ്പറയാതെ സംഘപരിവാറിന് രക്ഷയില്ല എന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ BJPയും സംഘപരിവാറും എന്ത് ചെയ്യും? ഇത്രയും നാൾ ഗോഡ്സെയെ പരസ്യമായി തള്ളിപ്പറയുകയും എന്നാൽ സവർക്കറെ വീര സവർക്കറായി വാനോളം പുകഴ്ത്തുകയും ചെയ്തവർക്ക് ഇനി എന്ത് ന്യായം പറയാനുണ്ട്? BJP കാലാകാലങ്ങളായി രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കാനും കേസുകളിൽ കൊടുക്കാനും നടത്തിയ ശ്രമങ്ങൾ, VD സവർക്കറെ വീർ സവർക്കർ എന്ന് വിശേഷിപ്പിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാൻ നടത്തുന്ന തീവ്ര പരിശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ അവർക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ് ഇപ്പൊ ഈ പുറത്തു വരുന്ന ഈ വാർത്ത. സ്വന്തം കുടുംബത്തിലെ ആളുകൾ തന്നെ കോടതിയിൽ കയറി വന്നിട്ട് സത്യം വിളിച്ചു പറയുമ്പോ സംഘികൾ ഇനി എന്ത് ചെയ്യും? BJPയുടെ മുന്നിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. It's time to disown സവർക്കർ കുടുംബം. ഇനി സവർക്കറുടെ കുടുംബത്തെ തള്ളിപ്പറയാതെ സംഘപരിവാറിന് രക്ഷയില്ല എന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതൊന്നും സഹിക്കാൻ കഴിയില്ലല്ലോ എന്റെ മക്കളെ നിങ്ങൾക്ക്. കാരണം ഇനിയിപ്പോ ആകെ നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാവണല്ലോ. നിങ്ങൾ തൊട്ടതെല്ലാം 100 വിജയായി വരും. വല്ലാത്തൊരു നമ്മൾ ഈ സവർക്കറുകൾ മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ച ഇത് അവസാനം ഇത് എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടും എനിക്കറിയാം. എന്തെല്ലാം ആയിരുന്നു ബാലപ്പുറം. തീർച്ച പണ്ടാറടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ ഓരോരുത്തരും ന്യായീകരിച്ച് ഇങ്ങനെ വരുമ്പോ കാണുമ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞാല് ഒരു ചിരിച്ച് മണ്ണ. ഞാൻ പലവട്ടം ഞാൻ സിനിമ കണ്ടു ആദ്യം ഒന്ന് ഇതായിരുന്നു ചിരിച്ചിരുന്നത്. ഇപ്പൊ അതല്ല, ഈ ഇപ്പൊ നിങ്ങളെ കാര്യങ്ങൾ കേൾക്കുമ്പോ ഓരോരുത്തരും വീഡിയോ ഇടുമ്പോ എന്തിനാണ് പറയണത് എന്ന് അവർക്കൊന്നും അറിയണില്ല. ഈ VD സവർക്കർ എന്തായിരുന്നു, എങ്ങനെ ആയിരുന്നു, ആരാണ് എന്ന് പോലും അറിയാതെ വെറുതെ അങ്ങോട്ട് ഇപ്പൊ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ഒക്കെ കിട്ടി അടുത്ത് ആർട്ടിക്കോളി അങ്ങോട്ട് പറഞ്ഞോളൂ, ഇങ്ങോട്ട് പറഞ്ഞോളൂ, വീഡിയോ ഇട്ടോളൂ, അങ്ങനെ ബാക്കി കാര്യം ഞങ്ങൾ ഓരിടലും അവരുടെ ആൾക്കാരെന്നെ വന്ന് കമന്റ് അടിക്കലും തെറി വിളിക്കലും ഒക്കെ അവരെന്നെ. തെറി വിളിക്കലും കമന്റ് അടിക്കലും ഒക്കെ അവരെന്നെ. എന്നിട്ട് പറച്ചിലും എന്തുവാന്നിത്. നീ പരക്കെ നിർത്തിക്കാളി VD സവർക്കറെ വിട്ടാളി. കാരണം കഴിഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരൊറ്റ രക്ഷയുള്ള മക്കളാണ്. VD സവർക്കർ നിങ്ങൾ എന്താണെന്നറിയാം, ഞാന് വേറൊരു കാര്യം ഞാൻ പറയാം. VD സവർക്കർ ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ബെല്ലൻ തടി വിളിക്കളി. നീ വാണെന്നില്ല. എന്നാ പാണക്കാട് തങ്ങളില്ലേ, പാണക്കാട് കുടുംബത്തിൽ പെട്ടാണെന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ തൊപ്പിണ്ട് തലയിൽ അവർ ഉപയോഗിക്കുന്ന തൊപ്പിയാണ് ഈ സവർക്കർ. അപ്പൊ നിങ്ങൾ വല്ലേ ഇനിയിപ്പോ അതൊക്കെ നടക്കുള്ളൂ മക്കളെ. കാരണം VD സവർക്കർ വിട്ടളി. കാരണം നിങ്ങൾ VD സവർക്കർ തൊട്ടപ്പോ ഞാൻ വിചാരിച്ച ഇത് 2 കൽപ്പിച്ച പിടിക്കുന്ന എന്താണ് നിങ്ങൾ തൊടുന്നതൊക്കെ തന്നെയാണല്ലോ മക്കളെ. രാജ്യത്തിന് വേണ്ടി സ്നേഹം, രാജ്യസ്നേഹിയാത്ത VD സവർക്കർ എവിടുന്നാണ് നിങ്ങളൊക്കെ വരുന്നത്? VD സവർക്കർ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുണ്ടല്ലോ, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ഓരോരുത്തരും അധ്യാപകരും അഡ്വക്കേറ്റുമാരാണ് വന്ന് കണ്ട് VD സവർക്കറെ വാളോളം പോകുന്നത്. അന്ന് ഇവര് സ്കൂൾ പഠിച്ചിരുന്ന സമയത്ത് VD സവർക്കർ ഒരു ചരിത്രം പോലും ബുക്കിൽ കാണാണ്ടായിട്ടില്ല. എന്നാൽ അവരോട് ഞാൻ പറയണം, VD സവർക്കർ ഇന്ന് നിങ്ങൾ വാനോളം പുകഴ്ത്തുന്നുണ്ട്. ചരിത്രത്തിൽ ദേശസ്നേഹത്തിൽ രാജ്യത്തിന് വേണ്ടി മുന്നിൽ നിന്ന ഒരു അണി നേരെന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ച് നേടിയെടുത്ത നിങ്ങളെ പട്ടം, അതായത് ഡോക്ടർ ആയാലും അഡ്വക്കേറ്റ് ആയാലും മന്ത്രിയാണെന്നുണ്ടെങ്കിലും രാജ്യത്ത് പോകുന്നത്. കാരണം ഞങ്ങൾ പഠിച്ചത് ഇതല്ല. ഞങ്ങളുടെ നേതാവ് VD സവർക്കറാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതൊക്കെ പച്ച കള്ളാണ് ഞങ്ങൾ പഠിച്ചത്. ഈ പഠിച്ച് നേടിയെടുത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇട്ടെറിഞ്ഞ് പോവാൻ പറ്റുന്നത്. അണ്ടി ഉറപ്പുണ്ടത്.
അപ്പോ ഇനിയിപ്പോ രക്ഷ ഒന്നേ ഉള്ളൂ. എന്ത് വി ഡി സവർക്കർ ഒരു മുസ്ലിമാണ്, രാജ്യദ്രോഹിയാണ്, രാജ്യസ്ഥിതിന്റെ വിരുദ്ധാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് വല്ല തടിയൊക്കെ കിട്ടണം. ഇപ്പൊ അതേ നടക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാല് കഥ മാറി. ഇതുവരെ നിങ്ങളുടെ നാളത്തെ ഇനി ആരംഭിക്കാം. ഇനി ഞങ്ങൾക്ക് കുറച്ച് സത്യത്തിലേക്ക് കൊടുക്കുക. അപ്പോ ഈ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളൊക്കെ. എന്താണെന്നറിയോ? കാരണം ഈ ബി ഡി സവർക്കർ ആരാണെന്ന് ഇപ്പത്തെ തലമുറക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കാം. നിങ്ങളുടെ എല്ലാ സംഗണി ബാണങ്ങൾക്കും നമസ്കാരം. അപ്പൊ ജയ് ഹിന്ദ് കേട്ടോ.